ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമ്മിലെ ഹ്യൂമാനിസം ആൻഡ് ലോജിക് എന്ന പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഫൗണ്ടേഷണൽ ടേംസ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസറായിട്ട് നോക്കാം. കഠോപനിഷത്തിൽ പരാമർശിച്ചിരിക്കുന്നതനുസരിച്ച് ശ്രദ്ധ എന്ന പദം നിർവചിക്കുക എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വിദ്യാർത്ഥിയോ ശിഷ്യനോ പ്രഗത്ഭനായ ഗുരുവിൻ്റെ അല്ലെങ്കിൽ മാർഗദർശിയുടെ അധ്യാപനത്തിലും വാക്കിലും അർപ്പിക്കുന്ന വിശ്വാസം എന്ന് ഉൾക്കൊള്ളുന്ന ആശയമാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥിയോ ശിഷ്യനോ പ്രഗത്ഭനായ ഗുരുവിൻ്റെ മാർഗദർശനത്തിൻ്റെ അധ്യാപനത്തിലും അദ്ദേഹം നൽകുന്ന ആ ശിക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കിൽ അർപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു വിശ്വാസമാണ് ശ്രദ്ധ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഗുരു പകർന്നു നൽകുന്ന അഗാധമായ ആദരവിൻ്റെയും ബഹുമാനത്തെയും ഇത് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗുരു പകർന്നു നൽകുന്ന ജ്ഞാനത്തോടുള്ള അഗാധമായ ആദരവിനെയും ബഹുമാനത്തെയും ഇത് സൂചിപ്പിക്കുന്നു. താൻ പഠിക്കുന്നത് ഉൾക്കൊള്ളാനും ശ്രദ്ധാപൂർവം പരിശീലിക്കാനുമുള്ള പ്രേരണ വിദ്യാർത്ഥിക്ക് ഇത് നൽകുന്നു. മറ്റുള്ളവരെ പരിപാലിക്കാനും സമൂഹത്തിലെ അനീതി, അസമത്വം, അടിമത്തം എന്നിവയ്ക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് അനുകമ്പ, സഹാനുഭൂതി തുടങ്ങിയ ബോധത്തെ കൂടിയാണ് ശ്രദ്ധ സൂചിപ്പിക്കുന്നത്. അപ്പം അനുകമ്പ, സഹാനുഭൂതി, നമുക്കൊരു വ്യക്തിയോട് സിമ്പതി തോന്നാറുണ്ട്, അനുകമ്പ തോന്നാറുണ്ട്, എമ്പതി തോന്നാറുണ്ട്. എമ്പതി എന്ന് വെച്ചാൽ അവൻ അനുഭവിക്കുന്ന വേദനകൾ എൻ്റെയും വേദനകളായി നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ചിന്തിക്കുന്ന കാര്യമാണ്. അപ്പം മാത്രമേ നമുക്ക് മറ്റുള്ളവൻ്റെ വേദന എന്താണെന്ന്, ഞാനാണത്, അവൻ അനുഭവിക്കുന്ന വേദന ഞാനാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് എമ്പതി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉള്ളത് കൊണ്ടാണ്. അത് സൈക്കോളജിക്കൽ പഠനത്തിൽ പറയുന്നതാണ് സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള വ്യത്യാസം. സിമ്പതി എന്ന് പറയുമ്പോൾ അവനോടുള്ള ഒരു കഷ്ടം എന്ന് തോന്നൽ. എമ്പതി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനാ അതുപോലെ അനുഭവിച്ചാലുള്ള ഒരവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെ നമുക്കുണ്ടാകണമെങ്കിൽ ഒരു ഗുരു പകർന്നു തരുന്ന അറിവിൽ കൂടി ആണ് ശരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ആ ഗുരു എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മളെ അധ്യാപകരായിരിക്കാം. ഇവരിൽ നിന്നെല്ലാം, സമൂഹത്തിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു അറിവാണ്. അത് നമുക്ക് മെയിനായിട്ട് നമ്മളെ ഗുരുവാണ് തരുന്നത്. അപ്പം ഇതാണ് ശ്രദ്ധയെക്കുറിച്ച് പറയുന്നത്. അപ്പം ഒരു വിദ്യാർത്ഥിയോ ശിഷ്യനോ പ്രഗത്ഭനായ ഗുരുവിൻ്റെ അല്ലെങ്കിൽ മാർഗദർശിയുടെ അധ്യാപനത്തിലും വാക്കിലും അർപ്പിക്കുന്ന വിശ്വാസമാണ്, അടുപ്പം എന്നിവ ഉൾക്കൊള്ളുന്ന ആശയമാണ് ശ്രദ്ധ എന്നാണ് കഠോപനിഷത്തിൽ ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു ഗുരു പകർന്നു നൽകുന്ന ജ്ഞാനത്തോടുള്ള അഗാധമായ ആദരവിനെയും ബഹുമാനത്തെയും ഇത് സൂചിപ്പിക്കുന്നു. താൻ പഠിക്കുന്നത് ഉൾക്കൊള്ളാനും ശ്രദ്ധാപൂർവം പരിശീലിക്കാനുമുള്ള പ്രേരണ വിദ്യാർത്ഥിക്ക് ഇത് നൽകുന്നു. മറ്റുള്ളവരെ പരിപാലിക്കാനും സമൂഹത്തിലെ അനീതി, അസമത്വം, അടിച്ചമർത്തൽ എന്നിവയ്ക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന അനുകമ്പ, സഹാനുഭൂതി തുടങ്ങിയ ബോധത്തോടു കൂടിയാണ് ശ്രദ്ധ സൂചിപ്പിക്കുന്നത്. ബുദ്ധഗ്രന്ഥമായ ധർമ്മപദത്തിൻ്റെ പ്രധാന വിഷയം എന്താണ്? സമാധാനപരവും ശാന്തവും ധാർമ്മികവുമായ നിലനിൽപ്പിലേക്ക് മനുഷ്യരെ നയിക്കുക എന്ന സുപ്രധാന അല്ലെങ്കിൽ ഗഹനമായ വിഷയമാണ് ധർമ്മപദം എന്ന ബുദ്ധമത ഗ്രന്ഥത്തിലുള്ളത്. സമാധാനം ബുദ്ധമത ഗ്രന്ഥമായ ബുദ്ധമത ഗ്രന്ഥമാണ് ധർമ്മപദം. അതിൽ ശാന്തവും ധാർമ്മികവുമായ സമാധാനം, ശാന്തം, ധർമ്മം ഇതിൻ്റെ നിലനിൽപ്പിലേക്ക് മനുഷ്യനെ നയിക്കുന്നു. ഒരു സുപ്രധാനമായ ഗഹനമായ വിഷയമാണ് ധർമ്മപദം എന്ന ബുദ്ധഗ്രന്ഥത്തിലുള്ളത്.
സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളെ ശ്രദ്ധയോടും സമചിത്തതയോടും ധാർമ്മികമായ പെരുമാറ്റത്തിലൂടെയും സമീപിക്കാൻ വ്യക്തികളെ പ്രാപ്തനാക്കാനുള്ള ഉൾക്കാഴ്ചയും പ്രായോഗിക ജ്ഞാനവും ഇത് വാഗ്ദാനം ചെയ്യുന്നു. നീതിപൂർവമായ ജീവിതം നയിക്കാൻ ആളുകളെ പ്രചോദിപ്പിക്കുക, അനുകമ്പ, അഹിംസ എന്നിവ സ്വായത്തമാക്കുക, ഭൗതിക മോഹങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് അകന്നു നിൽക്കുക തുടങ്ങിയ സദ്ഗുണങ്ങൾ വളർത്തിയെടുക്കുക, സമൂഹത്തിന് യോജിച്ച രീതിയിൽ ഇടപഴകുക എന്നിവയെല്ലാമാണ് ധർമ്മപദത്തിൻ്റെ പ്രധാന സന്ദേശങ്ങൾ. ധർമ്മപദം സമാധാനവും ശാന്തവുമായ ധാർമ്മികമായ നിലനിൽപ്പാണ് ധർമ്മപദത്തിൽ പറയുന്നത്. സുപ്രധാന ഗഹനമാണ്, ആ വിഷയമാണ് ധർമ്മപദം എന്ന് പറയുന്നത്. ഇത് ബുദ്ധമത ഗ്രന്ഥമാണ് ധർമ്മപദം എന്ന് പറയുന്നത്. അതിൽ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളെ പല പ്രശ്നങ്ങളും നമുക്ക് ജീവിതത്തിലുണ്ടാവാം, പല ദുഃഖങ്ങളും ഉണ്ടാകാം, പല പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യേണ്ടി വരാം. അതിനെയൊക്കെ നമ്മൾ അതിലൊക്കെ നമ്മൾ ധർമ്മപരം തന്നെ ധാർമ്മികമായ പെരുമാറ്റം തന്നെ നമ്മൾ ഉൾക്കൊള്ളണം. അതിൽ കൂടി സമീപിച്ചാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തിയായി നമ്മൾ മാറിയാൽ ഉൾക്കാഴ്ചയും പ്രായജ്ഞാനവും ഇത് വാഗ്ദാനം ചെയ്യുക തന്നെ ചെയ്യും. മറ്റുള്ളവനെ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരോട് മനുഷ്യരായാലും ഏത് ലോകത്തിൻ്റെ ഏത് ജീവജാലങ്ങളായാലും അതിനോടെല്ലാം നമ്മൾ ധർമ്മം പുലർത്തുക തന്നെ വേണമെന്നാണ് ബുദ്ധമതം പറയുന്നത്. അത് നമ്മുടെ പ്രായോഗിക ജ്ഞാനവും വ്യക്തികളെ സമീപിക്കുമ്പോഴുള്ള ഒരു ഉൾക്കാഴ്ചയും നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് പ്രായോഗിക ജ്ഞാനം തന്നെ ഉണ്ടാകും. ഓരോ മനുഷ്യരോട് നമ്മളുടെ പെരുമാറ്റം കരുണ നിറഞ്ഞതാണെങ്കിൽ, ധർമ്മപരമാണെങ്കിൽ നമുക്ക് ഉൾക്കാഴ്ചയുള്ള ഒരു പ്രായോഗിജ്ഞാനം ഉണ്ടാകും. അത് നീതിപൂർവമായ ജീവിതം നയിക്കാൻ എല്ലാ മനുഷ്യരെയും പ്രാപ്തനാക്കുമെന്നാണ് ഈ ബുദ്ധമത ഗ്രന്ഥം പറയുന്നത്. അതുവഴി നമുക്ക് ഒരു മനുഷ്യനോട് അനുകമ്പയുണ്ടാകാം, അഹിംസ ഉണ്ടാകാം, ആരെയും കൊല്ലാതിരിക്കുക എന്നുള്ള ഒരു മനസ്സുണ്ടാകും. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, അവരുടെ ഇല്ലായ്മകളും വല്ലായ്മകളും മനസ്സിലാക്കി അവരെയും കൂടെ നമ്മളെ കൂടെ പിടിച്ചു നിർത്തി ജീവിതത്തിലൊരു നല്ലൊരു വെളിച്ചം നൽകാൻ നമുക്കതുകൊണ്ട് കഴിയും എന്നാണ് ഈ ധർമ്മപദം ഉദ്ദേശിക്കുന്നത്. അതുപോലെ ക്രിസ്തീയ പശ്ചാത്തലത്തിലെ അഗാപ്പെ എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്ക് വിശദീകരിച്ച് നോക്കാം. ക്രിസ്തീയ പശ്ചാത്തലത്തിൽ അഗാപ്പെ എന്ന പദത്തിന് 2 പ്രധാന അർത്ഥങ്ങളാണുള്ളത്. ഒന്നാമതായി അത് മാനവികതയോടുള്ള ദൈവത്തിൻ്റെ നിരുപാധികമായ നിസ്വാർത്ഥമായ നിത്യവുമായ സ്നേഹത്തെ പ്രതിനിധീകരിക്കുന്നു. മാനുഷിക ധാരണയ്ക്കും പരിമിതികൾക്കും അതീതമായ സ്നേഹമാണ് രണ്ടാമതായി. വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അതീതവും ക്രിസ്തീയ സമൂഹത്തിനുള്ളിൽ ഐക്യം, അനുകമ്പ, പരസ്പര പിന്തുണ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതും യേശുക്രിസ്തുവിൻ്റെ വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കേണ്ട നിസ്വാർത്ഥമായ സ്നേഹത്തെയും ആഴത്തിലുള്ള കൂട്ടായ്മയും അഗാപ്പെ എന്ന പദം പരാമർശിക്കുന്നു. ശരിക്കും ക്രിസ്തുദേവൻ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ദേവനാണ്, കരുണയുടെ ദേവനാണ് ക്രിസ്തുദേവൻ എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്തുമതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ അവിടെ എവിടെയും ക്രിസ്തുദേവൻ കാട്ടിത്തന്നത് കരുണയെക്കുറിച്ചുള്ളതാണ്, അല്ലേ? അപ്പോൾ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ അഗാപ്പെ എന്ന പദം 2 പ്രധാന അർത്ഥങ്ങളാണ്, 2 അർത്ഥത്തെ അത് കാണിക്കുകയാണ്. ഒന്നാമതെന്ന് പറയുന്നത് മാനവികതയോടുള്ള ദൈവത്തിൻ്റെ നിരുപാധികവും നിസ്വാർത്ഥവും നിത്യവും സ്നേഹത്തെ പ്രതിനിധീകരിക്കുന്നു. എന്ന് വെച്ചാൽ മനുഷ്യനോട് ദൈവം ഒരു ഒരു ഉപാധികളുമില്ലാതെ, ഒരു സ്വാർത്ഥതയുമില്ലാതെ നിത്യമായ സ്നേഹം മാത്രമാണ് ദൈവം പ്രതിനിധീകരിക്കുന്നത് ഈ അഗാപ്പയെ കൊണ്ട്, ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാനുഷികമായ മനുഷ്യനൊരു ധാരണയുണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഒരു സങ്കല്പമുണ്ട്. പരിമിതികൾക്കും അതീതമായ സ്നേഹമാണ്. പരിമിതികൾക്കപ്പുറമായ സ്നേഹം കൊണ്ട് മാത്രമാണ് എല്ലാം ചെയ്യുന്നത് ഈ അഗാപ്പെ എന്ന് പറയുന്ന ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അതീതമായിട്ടാണ്, വ്യക്തിപരമായ സ്വാർത്ഥതയില്ലാതെ എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്. ക്രിസ്തുദേവൻ പറഞ്ഞില്ലേ, നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു, അല്ലേ? അതുപോലെ
മറ്റുള്ളവൻ്റേതൊന്നും നീ ആഗ്രഹിക്കരുത്. ഒന്നും ആഗ്രഹിക്കാതെ തന്നെ നീ എല്ലാവരെയും സ്നേഹിക്കുക എന്നാണ് ക്രിസ്തുദേവൻ പറഞ്ഞത്. അതാണ് ഈ അഗാപ്പെ എന്ന വാക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമുക്ക് പരിമിതികൾക്കപ്പുറം നമ്മളെല്ലാവരെയും സ്നേഹിക്കുക. അവരിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ വിഷമങ്ങളാണ് കിട്ടുന്നത്. നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കടമയാണ്, അത് നമ്മളാണ് സ്നേഹം എന്ന്. അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സങ്കടങ്ങളാണ് എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ എന്തിനെ സ്നേഹിക്കാവൂ. എന്ന് പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ദുഃഖം കിട്ടുമെന്ന് പറഞ്ഞ് ആരെയും നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? എങ്കിൽ പിന്നെ സ്നേഹമെന്ന ഉറവ വറ്റിപ്പോകത്തില്ലേ നമുക്ക്? ഞാൻ മറ്റൊരാളല്ല, ഞാൻ മാത്രമാണ്, എന്നെ കാണുന്നത് ദൈവമാണ് എന്നൊരു ചിന്തയിൽ കൂടി നമ്മളെല്ലാവരെയും സ്നേഹിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥതയില്ലാതെ നമ്മളെല്ലാവരെയും സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ സ്വയം അതിൽ നിന്ന് ചിന്തിച്ചാൽ മതി. സ്നേഹമാണ് ഈ ലോകത്തെ ഈ അഗ്രസാഗര മൊഴിയിൽ ഏറ്റവും വലിയ ഒരു ഘടകം. ഓരോ മനുഷ്യനെയും പ്രതീക്ഷയോടെ, നാളത്തെ പ്രതീക്ഷകളോടെ ജീവിക്കാൻ പ്രാപ്തനാക്കുന്നത് സ്നേഹമാണ്. കാരണം ആ സ്നേഹമുള്ളത് കൊണ്ടാണ് അച്ഛൻ മക്കളെ സ്നേഹിക്കുന്നു, അമ്മ മക്കളെ സ്നേഹിക്കുന്നു, മക്കൾ അച്ഛനെയും അമ്മയെ സ്നേഹിക്കുന്നു, അവരുടെ അമ്മയെയും അച്ഛനെയും സ്നേഹിക്കുന്നു, അവരുടെ തലമുറകളെ സ്നേഹിക്കുന്നു, നാടിനെ സ്നേഹിക്കുന്നു. ശരിക്കും എനിക്ക് മാത്രം എല്ലാം പാടുള്ളൂ, എനിക്ക് എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന സ്വാർത്ഥമായ ജീവിതം, ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് ഇന്നത്തെ നാട് ചലിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ച് ദുരന്തങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറാതെ മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ സ്നേഹമില്ലാതായി മാറിക്കൊണ്ടേയിരിക്കുന്നു. അവർക്ക് എപ്പോഴും സ്വാർത്ഥത ചിന്ത മാത്രം. ഞാൻ എനിക്ക് മാത്രമല്ല. അത് പാടില്ല. അത് വരാതെ നമ്മളെ ലോകം ശാന്തവും സമാധാനവും എല്ലായിടത്തും ഉണ്ടാകണമെങ്കിൽ യേശുദേവൻ പറഞ്ഞതുപോലെ എല്ലാവരെയും സ്നേഹിക്കുന്നവൻ, വീണ് കിടക്കുന്നവന് കണ്ടുകൊണ്ട് അവന് ഒന്ന് കൈ കൊടുത്ത് ഉയർത്താതെ അവനെ കുറച്ചുകൂടെ തള്ളി ദൂരെ എറിഞ്ഞിട്ട് ഒരു കാലുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട്, ഒരു കൈ കൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് തനിക്ക് മാത്രം എല്ലാം പാടുണ്ട് എന്ന് കരുതി മുന്നോട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകം നശിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സ് കിടുങ്ങിക്കൊണ്ടേയിരിക്കും. അത് പാടില്ല. യേശുദേവൻ പറഞ്ഞതുപോലെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അതീതമായി, എൻ്റെ താല്പര്യങ്ങൾക്ക് അപ്പുറമായി ഞാൻ എന്നേക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ കടാക്ഷം നമ്മൾക്കുണ്ടാകും. അവിടെ നമുക്ക് വെളിച്ചമുണ്ടാകും. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒത്തിരി മഹാന്മാർ ഈ ലോകത്തുണ്ടായിരുന്നു. നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ഒരു വ്യക്തിപരമായുള്ള താല്പര്യങ്ങളുമില്ലാതെ നമ്മുടെ നാടിന് വേണ്ടി പൊരുതി മരിച്ച എത്രയോ മഹാവ്യക്തികൾ നമ്മൾ ഈ ലോകത്തുണ്ട്. ഓരോരുത്തരെയും നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ, മുഹമ്മദ് നബി ആയാലും, യേശുദേവനായാലും, ശ്രീനാരായണ ഗുരു ആയാലും, ഒത്തിരി അങ്ങനെ എക്സെട്ര ഒത്തിരി മഹാന്മാർ, അവരെല്ലാവരും നമ്മളെ സ്നേഹിച്ചവരാണ്. മഹാത്മാഗാന്ധി, അദ്ദേഹം സ്വാർത്ഥതയില്ലാതെ നമ്മളെ സ്നേഹിച്ചു. അദ്ദേഹത്തിൻ്റെ മകനെ, കുടുംബത്തെ പോലും നോക്കാതെ നാടിന് വേണ്ടി ജീവിച്ച്. അതുകൊണ്ട് ഇന്നും അവർ ലോകത്ത് ജീവിക്കുന്നില്ലേ? അവരുടെ നന്മകൾ ഇന്ന് ജീവിക്കുന്നില്ലേ? അവരുടെ സ്നേഹമല്ലേ ഈ ലോകത്ത് ജീവിക്കുന്ന? മദർ തെരേസ, ആ അമ്മ പാവങ്ങളുടെ അമ്മയായത് എന്തുകൊണ്ടാണ്? അവർ നൽകിയ സ്നേഹമല്ലേ? അവർ സ്വാർത്ഥതയില്ലാതെ അമ്മ എല്ലാവരെയും സ്നേഹിച്ചത് കൊണ്ടല്ലേ? അതൊക്കെ എക്സാമ്പിളുകളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം പിന്തുണ എന്നിവ പ്രോത്സാഹിപ്പിക്കും. ഒരു മനുഷ്യന് അനുകമ്പ കൊടുക്കണം, പരസ്പരം പിന്തുണ കൊടുക്കണം. അപ്പോൾ ആരും ആത്മഹത്യയിലേക്ക് പോവില്ല. ഒരു പ്രശ്നം വന്നാൽ അവനെ പിടിച്ച് താങ്ങാൻ ഒരാളുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യൻ ആത്മഹത്യയുടെ ഇതിൽ പോവില്ല. പകരം സമൂഹം അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് അവരുടെ മനസ്സുകൾ തകർന്നു പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കേണ്ട നിസ്വാർത്ഥമായ സ്നേഹത്തെയും ആഴത്തിലുള്ള കൂട്ടായ്മയും അഗാപ്പെ എന്ന പദം പരാമർശിക്കുന്നു. അതുപോലെ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൻ്റെ കെനോസിസിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് പറയുന്നത്. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ആശയമാണ് കെനോസിസ് എന്ന് പറയുന്നത്. ദൈവപുത്രനായിരുന്നിട്ടും ദൈവത്തിൻ്റെ എളിയ ദാസനാകാൻ തൻ്റെ ദിവ്യ സ്വഭാവവും പദവികളും മനഃപൂർവ്വം ത്യജിച്ച യേശുക്രിസ്തുവിൻ്റെ സ്വയം വിമോചനം അല്ലെങ്കിൽ സ്വയം ത്യാഗത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഈ പ്രവൃത്തിയിലൂടെ യേശു മനുഷ്യരൂപത്തെ സ്വീകരിക്കുകയും കുരിശിലേറ്റപ്പെടുകയും ചെയ്തു.
ആത്യന്തികമായി മനുഷ്യരാശിയെ പാപത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനും മനുഷ്യന് രക്ഷയിലേക്കുള്ള പാത നൽകുന്നതിനും വേണ്ടിയായിരുന്നു ഈ ത്യാഗം സഹിച്ചത്. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൻ്റെ കെനോസിസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ അഗാപ്പെ എന്ന വാക്ക്, അതുപോലെ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൻ്റെ കെനോസിസിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഈ ക്രിസ്തീയ മതം എടുക്കുമ്പോൾ തന്നെ അഗാപ്പയും കെനോസിസും നമ്മൾ ഓർത്ത് വയ്ക്കുക. അഗാപ്പെ എന്ന് പറയുമ്പോൾ എന്താണ്? നിത്യവും നിസ്വാർത്ഥവും നിത്യവുമായ സ്നേഹത്തെ പ്രതിനിധീകരിക്കുകയാണ്. ആരുടേതാണ്? ദൈവത്തിൻ്റെ. ആരോടുള്ളതാണ്? മാനവികതയോടുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിലൊന്ന് നിത്യവും അത് മാനവികതയോടും ദൈവത്തിൻ്റെയും നിരപരാധികവും നിസ്വാർത്ഥവും നിത്യവുമായ സ്നേഹത്തെ പ്രതിനിധീകരിക്കുന്നു. മാനുഷിക ധാരണയ്ക്കും പരിമിതികൾക്കും അതീതമായ സ്നേഹമാണ് വേണ്ടതെന്നും, രണ്ടാമതായി വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അതീതവും ക്രിസ്തീയ സമൂഹത്തിനുള്ളിൽ ഐക്യം, അനുകമ്പ, പരസ്പര പിന്തുണ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതും യേശുക്രിസ്തുവിൻ്റെ വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കേണ്ട നിസ്വാർത്ഥമായ സ്നേഹത്തെയും ആഴത്തിലുള്ള കൂട്ടായ്മയുമാണ്. അപ്പോൾ നിസ്വാർത്ഥമായ സ്നേഹമാണൊന്ന് അഗാപ്പെ എന്ന് പറയുമ്പോൾ, ആഴത്തിലുള്ള കൂട്ടായ്മയാണ് അഗാപ്പെ എന്ന പദം പരാമർശിക്കുമ്പോൾ. കെനോസിസ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ, കെനോസിസ് എന്ന് പറയുന്ന പദം എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൻ്റെ വളരെയധികം പ്രാധാന്യമുള്ള ആശയമാണ് കെനോസിസ് എന്ന് പറയുന്നത്. ദൈവപുത്രനായിരുന്നിട്ടും ദൈവത്തിൻ്റെ എളിയ ദാസനാകാൻ തൻ്റെ ദിവ്യ സ്വഭാവവും പദവികളും മനഃപൂർവ്വം ത്യജിച്ച യേശുക്രിസ്തുവിൻ്റെ സ്വയം വിമോചനം അല്ലെങ്കിൽ സ്വയം ത്യാഗത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഈ പ്രവൃത്തിയിലൂടെ യേശു മനുഷ്യരൂപത്തെ സ്വീകരിക്കുകയും കുരിശിലേറ്റപ്പെടുകയും ചെയ്തു. ആത്യന്തികമായി മനുഷ്യരാശിയെ പാപത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനും മനുഷ്യന് രക്ഷയിലേക്കുള്ള പാത നൽകുന്നതിനും വേണ്ടിയായിരുന്നു ഈ ത്യാഗം അദ്ദേഹം സ്വീകരിച്ചിരുന്നത്, ആ ദേവൻ. അടുത്ത എടുത്തു പറയേണ്ടത് ഖുർആൻ്റെ പശ്ചാത്തലത്തിലുള്ള ഇൻസാനിയ എന്ന പദം ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പോൾ അഗാപ്പെ നോക്കി, കെനോസിസ് നോക്കി, ശ്രദ്ധ നോക്കി, ഓരോ മതത്തിൻ്റെയും പ്രത്യേകത. അപ്പോൾ ശ്രദ്ധ എന്താണെന്ന് മനസ്സിലാക്കി, ബുദ്ധൻ്റെ ധർമ്മപദത്തിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ ക്രിസ്ത്യാനി മതത്തിലേക്ക് പോകുമ്പോൾ അഗാപ്പയും കെനോസിസും മനസ്സിലാക്കി. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കുന്ന ഖുർആൻ്റെ പശ്ചാത്തലത്തിൽ ഇൻസാനിയ എന്ന പദം നിർവചിക്കുന്നത് എന്താണ്? ഈ ഇൻസാനിയ എന്ന പദം ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഖുർആനിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻസാനിയ എന്ന പദം മാനവികതയുടെയും ഏകത്വത്തിൻ്റെയും അടിസ്ഥാന തത്വത്തെ ഉൾക്കൊള്ളുന്നു. വംശം, ജാതി, മതം എന്നിവയുടെ ഉപരി വിപ്ലവമായ വ്യത്യസ്തങ്ങൾക്കപ്പുറം എല്ലാ മനുഷ്യരും എന്താണ്? ഏത് തരത്തിലായിരിക്കണം? ഒരറ്റം പരസ്പര ബന്ധിതമായ കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുടുംബമാണ് അവിടെ പ്രാധാന്യം നൽകുന്നത്. ആളുകൾ സ്വീകരിക്കേണ്ട മാനവികതയും മര്യാദയും ഇത് ഉയർത്തിക്കാട്ടുന്നു. ബഹുമാനത്തോടെയും അനുകമ്പയോടെയും ധാരണയുടെയും പരസ്പരം അംഗീകരിക്കാനും സഹവർത്തിത്വം വളർത്താനും ഓരോ മനുഷ്യനിലും അന്തർലീനമായ അന്തസ്സുയർത്താനും ഇൻസാനിയ എന്ന ആശയം വ്യക്തികളോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം എല്ലാത്തിലും പറയുന്നത് സ്നേഹമാണ്, പരസ്പര സ്നേഹമാണ്, എല്ലാത്തിലും ധർമ്മമാണ് പറയുന്നത്. എല്ലാ മതങ്ങളും പറയുന്നത്, ബുദ്ധമതം പറഞ്ഞാലും ക്രിസ്ത്യാനി മതം പറഞ്ഞാലും ഇസ്ലാം മതം പറഞ്ഞാലും പറയുന്നതെല്ലാം ഒന്നാണ്. ഖുർആൻ്റെ പശ്ചാത്തലത്തിലാണ് ഇസ്ലാം മതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഖുർആൻ്റെ പശ്ചാത്തലത്തിൽ ഇൻസാനി എന്ന പദം മാനവികതയുടെയും ഏകത്വത്തിൻ്റെയും, അപ്പം എല്ലാ മനുഷ്യർക്കും പ്രാധാന്യം കൊടുത്തു. പിന്നെ ഏക ദൈവത്തിലുള്ള വിശ്വാസപ്രകാരമാണ് ഇത് പോകുന്നത്. അത് ഏത് വംശമാകട്ടെ, ഏത് ജാതിയാകട്ടെ, ഏത് മതമാകട്ടെ, എല്ലാവർക്കും എന്നിവയുടെ ഒരു ഉപരിവിപ്ലവമായ വ്യത്യാസങ്ങൾക്കറ്റം എല്ലാ മനുഷ്യരും ഒരറ്റം പരസ്പര ബന്ധിതമാണ്. ഏത് മനുഷ്യനെ എടുത്താലും ബന്ധമില്ലാത്ത, കുടുംബത്തിൻ്റെ ഭാഗമാകാത്തത് ആരുമേ ഇല്ല. അപ്പോൾ കുടുംബത്തിനോട് അവർ സ്വീകരിക്കേണ്ട മര്യാദ അല്ലേ, ഇത് ഉയർത്തിക്കാട്ടുകയാണ്. അവർ പരസ്പരം ബഹുമാനിക്കട്ടെ, ബഹുമാനത്തോടെ, പരസ്പര അനുകമ്പയോടെ, ധാരണയോടെ, പരസ്പരം അംഗീകരിച്ചുകൊണ്ട് സഹവർത്തിത്വത്തോടെ, സ്നേഹത്തോടെ, സൗഹൃദത്തോടെ വളർത്താനും ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും അന്തർലീനമായ ഒരു അന്തസ്സ് ഉയർത്താനും അവൻ്റെ മനസ്സാക്ഷി എന്ന് പറയുന്നതിന് അതിലൊരു വ്യക്തിത്വം ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും പറയും. അവൻ നല്ലൊരു വ്യക്തിയാണ്, അവൻ നല്ലൊരു വ്യക്തിത്വമുള്ള ആളാണ്, അവന് നല്ല പെരുമാറ്റമാണ്, അവൻ്റെ ഉള്ളിൽ ശുദ്ധമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത്
കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഓരോ മനുഷ്യനിലും അന്തർലീനമായ അന്തസ്സ് ഉയർത്താനും ഇൻസാനിയ എന്ന പദം ആശയം വ്യക്തികളോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇസ്ലാം മതത്തിൻ്റെ റഹ്മ എന്ന പദത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് പറയുന്നത്. ഇസ്ലാം മതത്തിന് അള്ളാഹുവിന് ഏറ്റവും പ്രധാനപ്പെട്ടതും ആദരണീയവുമായ ഗുണവിശേഷങ്ങളിലൊന്നായി റഹ്മ. റഹ്മ എന്ന് പറഞ്ഞാൽ കാരുണ്യം, റഹ്മത്ത്, കാരുണ്യം ചൊരിയുന്നവൻ. റഹ്മാനും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിം സമുദായങ്ങൾ പറയുന്നത് റഹ്മാനും റഹീമായ അള്ളാഹുവേ എന്നാണ്. കാരുണ്യവാനും കരുണക്കടലുമായ ദൈവത്തിനോട് ആണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഏക ദൈവ വിശ്വാസികളായ ഇസ്ലാം മത വിശ്വാസികൾ അവരുടെ ഖുർആൻ എന്ന് പറയുന്ന വേദത്തെ വിശ്വസിച്ച് അതിലൂന്നി ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ എല്ലാത്തിലും ഖുർആനിലായാലും ആ മതത്തിൻ്റെ ആ പ്രവാചകനിലായാലും എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണവിശേഷമാണ് കാരുണ്യം എന്ന് പറയുന്നത്. കരുണ എന്ന ആശയം ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കേണ്ടതാണെന്ന് ഇസ്ലാം മതവിശ്വാസികളോട് നിഷ്കർഷിക്കുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളും അവരുടെ വിശ്വാസങ്ങളോ സാഹചര്യങ്ങളോ പരിഗണിക്കാതെ അനുകമ്പ, ദയ, ക്ഷമ എന്നിവ കാണിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യം അനുകരിക്കാൻ മുസ്ലിങ്ങളെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ റഹ്മയുടെ പ്രതിരൂപത്തിന് ഉദാഹരണമാണ്. നീതി യോജിപ്പുള്ള ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിനുള്ള അടിസ്ഥാന തത്വമെന്ന നിലയിൽ കരുണയുടെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ വചനങ്ങളിൽ ഊന്നിപ്പറയുന്നു. നിന്റെ അയൽവക്കത്തുള്ളവർ പട്ടിണി കിടക്കുമ്പോൾ നീ വയർ നിറച്ച് സുഖിക്കാൻ പാടില്ല. നിന്റെ അയൽക്കാരൻ ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ടോ എന്ന് നീ തിരക്കിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ നീ കഴിക്കാവൂ എന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. അവൻ മതവും ജാതിയോ ഒന്നും നോക്കാതെ തന്നെ എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കണമെന്നാണ് പ്രവാചകൻ പറയുന്നത്. നീ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ ആകാശത്തുള്ളവർ നിന്നോട് കരുണ കാണിക്കും, നിനക്ക് പ്രതിഫലം തരുമെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത്. കരുണ ഏതിലെടുത്തിട്ടും നമുക്ക് ഏത് കാര്യം എടുത്താലും എല്ലാത്തിലും പറയുന്നത് കരുണയാണ്. ഏത് മതം, ജൈന മതമായാലും ബുദ്ധമതമായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും എല്ലാത്തിലും പറയുന്ന അവിഭാജ്യ ഘടകമായ ഒരു ഇമ്പോർട്ടൻ്റ് ഊന്നിപ്പറയുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് കരുണയാണ്. എല്ലാ മനുഷ്യരോടും നമ്മൾ കരുണ കാണിക്കുക, കാരുണ്യമുള്ളവനായി മാറുക. അപ്പോൾ ദൈവത്തിൻ്റെ വരദാനം പോലെ, ദൈവത്തിൻ്റെ പ്രതിനിധി പോലെ നമുക്കായി മാറാൻ കഴിയും. കരുണയും സ്നേഹമുള്ളവർക്ക് മാത്രമേ ഈ ലോകത്തെന്നും അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ളൂ. എത്ര നമ്മളെന്താണ് ധർമ്മവും അധർമ്മത്തോടു കൂടിയോ കരുണയില്ലാതെയോ നമ്മൾ എത്ര ആൾക്കാരെ ബോധ്യപ്പെട്ട് ജീവിച്ചാലും അവൻ്റെ കള്ളങ്ങളെല്ലാം പുറത്തു വന്ന് മുഖംമൂടി അഴിഞ്ഞുകൊണ്ട് അവനെന്നും തേജോവധം ചെയ്ത് അവനെ വലിച്ചു കീറുക തന്നെ ചെയ്യും അവൻ്റെ മുഖംമൂടി. അതുകൊണ്ട് നമ്മളെല്ലാവരോടും നമ്മളെ ഉള്ളിൽ കരുണയുണ്ടാവുക എന്നാണ് നമ്മുടെ ഖുർആനിൽ ഇസ്ലാം മതത്തിൽ പ്രവാചകനിൽ കൂടി നമുക്ക് കാട്ടിത്തരുന്നത്. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പ എന്ന ആശയമാണ് പിന്നിലെ കേന്ദ്ര ആശയം എന്താണെന്നാണ് പറയുന്നത്. ഓരോ ദേവന്മാരെയും പ്രതിനിധീകരിച്ചു കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ച ഒരു മഹാവ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന നായകനാണ്. അങ്ങനെയുള്ള അദ്ദേഹം നമുക്ക് പകർന്നു തന്ന ഒരു ദൈവം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് പറഞ്ഞ എല്ലാ പ്രവാചകന്മാരും എല്ലാ ദേവന്മാരും പറഞ്ഞത് കരുണയാണ്. എല്ലാവരും ഒന്നാണ്, എല്ലാവരുടെ അനുകമ്പ കാണിക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ വ്യക്തിപരമായ സന്തോഷവും പൂർത്തീകരണവും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരാളുടെ പ്രവർത്തനങ്ങൾ ഒരേ സമയം മറ്റുള്ളവർക്ക് സന്തോഷവും ക്ഷേമവും നൽകണം എന്ന ആശയത്തെ കേന്ദ്രീകരിച്ചാണ് നാരായണ ഗുരുവിൻ്റെ അനുകമ്പ എന്ന ആശയം പ്രതിനിധീകരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധവും മാനുഷിക അനുഭവവും അംഗീകരിക്കുന്ന അഗാധമായ വിശ്വാസമാണിത്. നാരായണ ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ അനുകമ്പ എന്നത് കേവലം ഒരു സദ്ഗുണം മാത്രമല്ല, മറിച്ചൊരു വഴികാട്ടിയാണ്. ഒരാളുടെ പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും നയിക്കുകയും സമൂഹത്തിൻ്റെ മഹത്തായ നന്മയ്ക്ക് സംഭാവന നൽകുകയും എല്ലാവരുടെയും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വെളിച്ചം നൽകുന്ന ആശയം കൂടിയാണ് അനുകമ്പ എന്ന് അദ്ദേഹത്തിൻ്റെ ആശയം. അപ്പം എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുക, ജാതി മതഭേദമന്യേ എല്ലാവരെയും ഒന്നായി കാണാൻ പറഞ്ഞ ഒരു ദേവനാണ് ശ്രീനാരായണ ഗുരു.
ഉബുണ്ടു എന്ന ആശയം മനുഷ്യ പ്രകൃതിയെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ഉബുണ്ടു എന്ന ആശയം മനുഷ്യ പ്രകൃതിയെക്കുറിച്ച് സവിശേഷമായ ഒരു കാഴ്ചപ്പാട് നൽകുന്നു. ഇത് മനുഷ്യരുടെ പരസ്പര ബന്ധത്തിനും ഐക്യത്തിനും ഊന്നൽ നൽകുന്നു. ഇത് വൈവിധ്യവും എന്ന പാശ്ചാത്യ ഇൻഡിവിജ്വലിസം എന്ന പാശ്ചാത്യ ആശയത്തെ വെല്ലുവിളിക്കുകയും ഒരാളുടെ സ്വാതന്ത്ര്യത്തെ നിർവചിക്കുന്നത് വ്യക്തിഗത വിശേഷണങ്ങൾ മാത്രമല്ലെന്നും മറിച്ച് അയാൾ ഉൾപ്പെടുന്ന കൂട്ടായ്മയും സമൂഹവുമാണ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. മനുഷ്യർ പരസ്പരം ആന്തരികമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അവരുടെ സ്വത്വബോധം അവർ മറ്റുള്ളവരുമായി പങ്കിടുന്ന ബന്ധങ്ങളും ഐക്യവും രൂപപ്പെടുത്തുന്നുവെന്നും പരസ്പര ബന്ധത്തിൻ്റെയും പരസ്പര ഉത്തരവാദിത്തത്തിൻ്റെയും അഗാധമായ ബോധം വളർത്തുന്നുവെന്നും ഉബുണ്ടു തിരിച്ചറിയുന്നു. ഉബുണ്ടു എന്നത് മാനവികതയെ പറ്റിയുള്ള ആഫ്രിക്കൻ പദമാണെന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഈ ഇടുന്ന വീഡിയോകളെല്ലാം ഒന്നും കൂടെ കേട്ട് ഇരിക്കുമ്പോഴത്തേക്കും മനസ്സിലങ്ങ് പതിയും. എല്ലാം ഒന്ന് ഓട്ടിച്ച് കേട്ട് വെക്കുക. അപ്പോൾ എക്സാമിന് എന്തെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. നമ്മളിൽ കുറച്ച് നോളജ് ഉണ്ടല്ലോ, അത് വെച്ച് എഴുതാം. എന്താണ് ജ്ഞാനോദയത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിമോചനം എന്ന പദത്തിൻ്റെ പ്രാധാന്യം എന്താണ്? മനുഷ്യൻ്റെ പശ്ചാത്തലത്തിൽ ജ്ഞാനോദയത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിമോചനം എന്ന പദത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ജ്ഞാനോദയത്തിൻ്റെയും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിമോചനം എന്ന പദത്തിന് അഗാധമായ പ്രാധാന്യമുണ്ട്. യുക്തി പ്രയോഗത്തിലൂടെയും അറിവ് പിന്തുടരുന്നതിലൂടെയും സ്വയം പര്യാപ്തത, സ്വാതന്ത്ര്യം എന്നിവ കൈവരിക്കുന്ന പ്രക്രിയയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനും പ്രാധാന്യം കൊടുക്കുന്നത് യുക്തിയാണ്. എങ്ങനെയുള്ള യുക്തിയാണ്? അറിവ് പിന്തുടരുന്നതിലൂടെ, അറിവ് സ്വായത്തമാക്കുന്നതിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം കൈവരിക്കുന്ന പ്രക്രിയകളെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടുന്നു. അടിച്ചമർത്തൽ, നമ്മൾ അടിച്ചമർത്തൽ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അങ്ങനെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അജ്ഞത, നമുക്ക് അറിവില്ല. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച്, നമുക്ക് മൗലിക അവകാശമുണ്ടെന്നോ, നമുക്ക് 6 മൗലിക അവകാശമുണ്ടെന്നോ, നമുക്ക് 11 മൗലിക കടമകളുണ്ടെന്നോ ഒന്നും നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ നമ്മൾ അവകാശങ്ങൾ നമ്മൾ അറിയാമെങ്കിൽ ഒരിക്കലും നമ്മൾ ആരുടെ ആജ്ഞയ്ക്കും ആരുടെ അടിച്ചമർത്തലും നമ്മൾ ഇടവരില്ലായിരുന്നു. നീതിയും അനീതിയും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ പോയി നമുക്ക്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ലോകത്ത്. എന്നിവയുടെ ചങ്ങലകളിൽ നിന്നുള്ള വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെയാണ് വിമോചനം എന്ന് പറയുന്നത്. അപ്പോൾ വിമോചനം എന്നുദ്ദേശിക്കുന്നത് മെയിനായിട്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനുണ്ടാകേണ്ട യുക്തിപ്രയോഗത്തിലൂടെ, അറിവ് പിന്തുടരുന്നതിലൂടെയും സ്വയം പര്യാപ്തത, അവൻ സ്വാതന്ത്ര്യമുള്ളവനായി എന്നിവ അതുകൊണ്ട് അവൻ കൈവരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയയെ ഇത് സൂചിപ്പിക്കുന്നു. എങ്ങനെയുള്ള അടിച്ചമർത്തൽ, അജ്ഞത, അനീതി, അജ്ഞത ഇരുട്ടാണ് അജ്ഞത, അനീതി എന്നിവയുടെ ചങ്ങലകളിൽ നിന്നുള്ള വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെയാണ് വിമോചനം എന്ന് പറയുന്നത്. അപ്പം അടിച്ചമർത്തൽ, അജ്ഞത, അനീതി എന്നിവയുടെ ചങ്ങലകളിൽ നിന്നുള്ള വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെയാണ് വിമോചനം എന്ന പദം പ്രതിനിധീകരിക്കുന്നത്. ഇത് വംശം, ലിംഗഭേദം അല്ലെങ്കിൽ സാമൂഹ്യ പദവി എന്നിവ കണക്കിലെടുക്കാതെ എല്ലാവർക്കും അടിസ്ഥാന മനുഷ്യാവകാശങ്ങളും സമത്വവും സ്ഥാപിക്കുന്നതിനെ ഉദ്ഘോഷിക്കുന്നു. സ്വത്വബോധം, അന്തസ്സ്, ഒരാളുടെ പൂർണ്ണ കഴിവുകളുടെ സാക്ഷാത്കാരം എന്നിവയ്ക്കുള്ള മനുഷ്യൻ്റെ അന്വേഷണത്തെ ഇത് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബുദ്ധമതത്തിലെ കരുണ, അനുകമ്പ എന്നീ ആശയം നമുക്ക് വിശദീകരിക്കാം. ബുദ്ധമതത്തിൽ കരുണ എന്നത് പ്രജ്ഞയെ പോലെ തന്നെ ഓരോ വ്യക്തിയും നേടാൻ ശ്രമിക്കേണ്ട ഏറ്റവും അനിവാര്യവും ആദരണീയവുമായ ഗുണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പയും സഹാനുഭൂതിയും പ്രകടിപ്പിക്കാൻ കാരണമാകുന്ന കരുണ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ നിന്നും ദ്രോഹിക്കുന്നതിൽ നിന്നും വ്യക്തിയെ തടയുന്നു. ഒരുവൻ്റെ സാഹചര്യങ്ങളും സവിശേഷതകളും ഒന്നും കണക്കിലെടുക്കാതെ ജീവികൾക്കെല്ലാം സന്തോഷം, സമാധാനം, ക്ഷേമം എന്നിവ ഉണ്ടാകുന്നതിനുള്ള പ്രേരണയാണ് കരുണ എന്നാണ് ബുദ്ധമതത്തിൽ പറയുന്നത്. അപ്പോൾ ബുദ്ധമതത്തിൽ കരുണയെക്കുറിച്ച് പറയുന്നത്, കരുണ എന്നത് പ്രജ്ഞയെ പോലെ തന്നെ ഓരോ വ്യക്തിയും നേടാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഏറ്റവും അനിവാര്യവും ആദരണീയവുമായ ഗുണങ്ങളിൽ ഒന്നാണ് ഇത് കരുണ എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പയും സഹാനുഭൂതിയും പ്രകടിപ്പിക്കാൻ കാരണമാകുന്ന കരുണ മറ്റുള്ളവരുടെ ഉപദ്രവിക്കാനൊന്നും നമുക്ക് തോന്നത്തില്ല, അല്ലേ? എപ്പോഴും ഗാന്ധിജിയുടെ ഫിലോസഫി അതായിരുന്നല്ലോ, അഹിംസ, അല്ലേ? നോൺ വയലൻസ് ആയിരുന്നു. ആരെയും ദ്രോഹിക്കാതെ സത്യാഗ്രഹ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന ഒരു മഹാവ്യക്തിയാണ് മഹാത്മാഗാന്ധി. അപ്പോൾ ആരിൽ നന്മയുണ്ടോ അതെല്ലാം കരുണയാണ്. അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് കരുണയാണ്.
അപ്പോൾ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും ഒന്നും നമുക്ക് കരുണയുണ്ടെങ്കിൽ തോന്നത്തില്ല. ഒരുവൻ്റെ സാഹചര്യങ്ങളും സാവിശേഷങ്ങളും ഒന്നും കണക്കാക്കാതെ എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം, സമാധാനം, ക്ഷേമം എന്നിവ ഉണ്ടാകുന്നതിനുള്ള പ്രേരണയാണ് കരുണ എന്ന് പറയുന്നത്. കഠോപനിഷത്തിൽ സജികേത കഥയുടെ കഠോപനിഷത്തിലെ നചികേത കഥയുടെ പ്രാധാന്യവും ശ്രദ്ധ എന്ന ആശയത്തോടുള്ള അതിൻ്റെ പ്രസക്തിയും വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കഠോപനിഷത്തിലെ നചികേതസിൻ്റെ കഥ പണ്ഡിതനായ ഒരു ഗുരുവിൻ്റെ വാക്കുകളിലൂടെ ശ്രദ്ധയുടെ വിശ്വാസം, പരിചരണം. അപ്പം ശ്രദ്ധ എന്ന് കേൾക്കുമ്പോൾ ഓർക്കുക, അത് വിശ്വാസമാണ്, പരിചരണമാണ്. പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ജിജ്ഞാസവും അന്വേഷിയുമായ നചികേതസ് എന്ന കുട്ടി ബലിയർപ്പിക്കുമ്പോൾ ദുർബലരായ കന്നുകാലികളെ ഉപേക്ഷിക്കുന്ന പിതാവിൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്നു. അനീതിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കാനും മറ്റുള്ളവരുടെ മൃഗങ്ങളുടെ പോലും ക്ഷേമത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കരുതൽ ശ്രദ്ധയുടെ പ്രാധാന്യമാണ് വെളിപ്പെടുത്തുന്നത്. മറ്റുള്ളവരെ പരിചരിക്കാനും ധൈര്യത്തോടെ ചോദ്യങ്ങൾ ചോദിക്കാനും വ്യക്തികളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ശ്രദ്ധ എന്ന് ഈ കഥ ഊന്നിപ്പറയുന്നു. ധർമ്മപദത്തിൻ്റെ സദ്വൃത്തമായ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചും മനസ്സിനെ നിയന്ത്രിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? തിന്മകൾ ഒഴിവാക്കിയും സത്പ്രവർത്തികൾ ശീലമാക്കിയും നല്ല ഗുണമുള്ള ജീവിതം നയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബുദ്ധമത ഗ്രന്ഥമായ ധർമ്മപദം ഊന്നിപ്പറയുന്നു. ഒരു വ്യക്തിയെ അനാവശ്യ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന ഘടകമാണ് മനസ്സും. അതുകൊണ്ട് ഒരാളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിൻ്റെ പ്രാധാന്യം ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. ശരിയായ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മനസ്സംയമനം പാലിക്കാനും വിദ്വേഷം, അത്യാഗ്രഹം, കോപം തുടങ്ങിയ തെറ്റായ വികാരങ്ങളെ കീഴടക്കാനും ഈ ഗ്രന്ഥം വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു. സദ്ഗുണമുള്ള ചിന്തകളും പ്രവൃത്തികളും നല്ല ഫലങ്ങൾ നൽകുന്നുവെന്നും സദ്ഗുണവും ചിന്തകളും പ്രവൃത്തികളും നല്ല ഫലങ്ങൾ നൽകുന്നുവെന്നും. അപ്പം സദ്ഗുണം നമുക്ക് നല്ല ഫലമാണ് നൽകുന്നത്, ചിന്തകളായ പ്രവൃത്തികൾ നല്ല ഫലങ്ങളാണ് നൽകുന്നതെന്ന്, കൂടുതൽ ഊർജ്ജസ്വലവും ശാന്തവുമായ ജീവിതം നയിക്കാൻ ഒരാളെ പ്രാപ്തനാക്കുന്നുവെന്നും, തെറ്റായ ചിന്തകളും പ്രവർത്തനങ്ങളും നാശത്തിലേക്ക് കഷ്ടതയിലേക്കും നയിക്കുന്നുവെന്നും ഇത് പഠിപ്പിക്കുന്നു. മനസ്സിനെ നിയന്ത്രിക്കാനും ശരിയായ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രദ്ധ എന്ന ജ്ഞാനം, അനുകമ്പ തുടങ്ങിയ സദ്ഗുണങ്ങൾ സ്വീകരിക്കാനും ധർമ്മപദം വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ക്രിസ്തുമതത്തിലെ അഗാപ്പെ എന്ന ആശയം സാമൂഹിക ഐക്യവും സഹാനുഭൂതി സ്നേഹവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ അതിൻ്റെ പ്രാധാന്യവും വിശദീകരിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? ക്രിസ്തുമതത്തിൽ അഗാപ്പെ എന്ന പദം മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ നിരുപാധികമായ സ്നേഹത്തെയും മനുഷ്യർ തമ്മിലുള്ള നിസ്വാർത്ഥ സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ പാദങ്ങൾ കഴുകുകയും അവരോടൊപ്പം അപ്പം മുറിക്കുകയും ചെയ്യുന്ന കുർബാനയിൽ അഗാപ്പെ ആഘോഷിക്കുന്നു. ഇത് ഓരോ വ്യക്തിയെയും പരസ്പരം കൈമാറേണ്ട ആത്മവിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ കത്തിൽ സാമൂഹിക ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനിടയിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമെതിരായ വിവേചനം തടയുന്നതിലും അഗാപ്പയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. യേശുവിനെ മാതൃക പിന്തുടർന്ന് വ്യക്തിപരമായ ത്യാഗങ്ങളുടെ ചെലവിൽ പോലും വ്യക്തികളെ പരസ്പരം സ്നേഹിക്കാനും പരിപാലിക്കാനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ത്യാഗോജ്ജലമായ ജീവിതത്തെയാണ് അഗാപ്പെ പ്രതിനിധീകരിക്കുന്നത്. സഹാനുഭൂതി നിറഞ്ഞ ജീവിതത്തെയാണ് അഗാപ്പെ പ്രതിനിധീകരിക്കുന്നത്. സഹാനുഭൂതി നിറഞ്ഞ സ്നേഹത്തിൻ്റെയും ഈ ആശയം വ്യക്തികൾക്കിടയിൽ സാമൂഹിക ഐക്യം, അനുകമ്പ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും കൂട്ടായ്മയുടെയും സാമൂഹ്യ ബോധത്തിൻ്റെയും ബോധം വളർത്തുകയുമാണ് ചെയ്യുന്നത് അഗാപ്പെ. ഇസ്ലാം മതത്തിൽ ഇൻസാനിയയുടെയും റഹ്മയുടെയും പ്രാധാന്യം സമൂഹത്തിൽ ഐക്യവും അനുകമ്പയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ അവയുടെ പ്രസക്തി ചർച്ച ചെയ്യാൻ പറഞ്ഞാൽ
സമൂഹത്തിൽ ഐക്യവും സഹാനുഭൂതിയും വളർത്തുന്നതിൽ ഇസ്ലാം മതത്തിൽ ഇൻസാനിയ മാനവികത എന്നാണ് അതിനർത്ഥം, റഹ്മ കരുണ എന്നാണ് അർത്ഥം എന്നീ സങ്കല്പങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വംശം, ജാതി, മതം എന്നിവ കണക്കിലെടുക്കാതെ പരസ്പരം അംഗീകരിക്കാനും ബഹുമാനിക്കാനും ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാനവികതയുടെ ഏകത്വത്തിന് ഇൻസാനിയ ഊന്നൽ നൽകുന്നു. ഒത്തൊരുമയോടെ ജീവിക്കുകയും നല്ല പ്രവൃത്തികളിൽ പരസ്പരം സഹകരിക്കുകയും ചെയ്യുക എന്ന ആശയത്തെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നായ റഹ്മ എല്ലാ ജീവജാലങ്ങളോടും കരുണയും അനുകമ്പയും കാണിക്കാൻ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മയുടെ പ്രാധാന്യം ഊന്നിപ്പറയുകയും മൃഗങ്ങളോടും പക്ഷികളോടും മറ്റു ജീവികളോടും ദയോടും കരുണയോടും പെരുമാറാൻ അനുയായികളോട് നിർദ്ദേശിക്കുകയും ചെയ്തു. കരുണയുള്ളവരായിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം ഖുർആൻ ആവർത്തിച്ചു പറയുന്നു. ഇൻസാനിയയും റഹ്മയും മുസ്ലിം സമൂഹത്തിൽ ഐക്യം, സഹാനുഭൂതി, അനുകമ്പ എന്നിവ വളർത്തുകയും സമാധാനം, ഐക്യം, ക്ഷേമം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനൊക്കെ എടുത്തു പറയപ്പെട്ട വ്യക്തികളെ നമുക്ക് പറയാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ, അദ്ദേഹം നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ നവോത്ഥാന നായകനാണ്. അദ്ദേഹം ശരിക്കും അദ്ദേഹം കൊണ്ടുപോയ എന്തൊക്കെ ഇൻസാനിയയും റഹ്മയുമാണ് എന്ന് വെച്ചാൽ മാനവികതയും കരുണയുമാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിന് എല്ലാ കാര്യങ്ങളിലും പാവപ്പെട്ടവൻ പണക്കാരനും ഒത്തൊരുമയോടെ നിന്ന് പാവപ്പെട്ടവനെ പണക്കാരൻ പഠിപ്പിക്കണമെന്നും ഒക്കെ ഉള്ള ഒരു രീതിയിൽ കൂടി അദ്ദേഹം മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ചുവട് ഉറപ്പിച്ചു കൊണ്ടുവന്ന് ഉയരങ്ങളിലെത്തിക്കാൻ വളരെയധികം ത്യാഗം സഹിച്ച ഒരാളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അതേപോലെ ഒത്തിരി പേരുണ്ട്, എന്നാലും എടുത്തു പറയുകയാണ് ഞാൻ അവരിലൊരാളായി. ആഫ്രിക്കൻ ദാർശനിക വീക്ഷണകോണിൽ നിന്ന് മനുഷ്യ സ്വഭാവത്തെ മനസ്സിലാക്കുന്നതിൽ ഉബുണ്ടു എന്ന ആശയം, അതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുക. പല പ്രീവിയസ് ക്വസ്റ്റ്യനിലും ഉണ്ടായിരുന്ന ഒരു വാക്കാണ് ഈ ഇൻസാനിയ, ഈ ഉബുണ്ടു എന്നൊക്കെ ഉള്ള വാക്കുകൾ. പരസ്പര ബന്ധത്തിൻ്റെയും മനുഷ്യരുടെ മൈത്രി സ്വഭാവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യ സ്വഭാവത്തെ വിശദീകരിക്കുന്ന ഒരു ആഫ്രിക്കൻ ദാർശനിക ആശയമാണ് ഉബുണ്ടു. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർവചിക്കുന്നത് വ്യക്തിത്വത്തെക്കാൾ അവരുടെ കൂട്ടായ്മ, സാമൂഹ്യ ബന്ധങ്ങളെയാണെന്ന് ഇത് ഊന്നിപ്പറയുന്നു. ഞാൻ നിങ്ങൾ തന്നെയാണ് എന്ന വാദം ഉബുണ്ടുവിൻ്റെ അടിസ്ഥാന ആശയത്തെ ഉൾക്കൊള്ളുന്നു. വ്യക്തികൾക്കിടയിൽ നിലനിൽക്കുന്ന പരസ്പരാശ്രയത്വവും പരസ്പര ബന്ധവും ഇത് ഉയർത്തിക്കാട്ടുന്നു. പാശ്ചാത്യ മാനവിക പാരമ്പര്യങ്ങളെ പ്രചാരത്തിലുള്ള വ്യക്തിവാദം എന്ന ആശയത്തെ നിരാകരിച്ചുകൊണ്ട് ഉബുണ്ടു സംസ്കാരം, ഐക്യം, സഹകരണം, പരസ്പരാശ്രയത, ലോകവീക്ഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മനുഷ്യൻ അവരുടെ യുക്തിബോധവും ധാർമ്മികതയും അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് നേടുന്നുവെന്നും കൂടിയ ബന്ധങ്ങളിലൂടെ മാനവികത പ്രകടിപ്പിക്കപ്പെടുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു. മനുഷ്യപ്രകൃതിയുടെ ഈ സാമുദായിക വശത്തിൽ അന്തർലീനമായ ഈ മാനുഷിക സ്വഭാവം വ്യക്തിനിഷ്ഠവും യുക്തിപരവുമായ കഴിവും ഉള്ള ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പാശ്ചാത്യ ആശയത്തെ വെല്ലുവിളിക്കുന്നു. സമൂഹം, ബന്ധങ്ങൾ, കൂട്ടായ ക്ഷേമം എന്നിവയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഉബുണ്ടു മനുഷ്യ സ്വഭാവത്തെ കുറിച്ച് ഒരു സവിശേഷ കാഴ്ചപ്പാട് വാഗ്ദാനം ചെയ്യുന്നു. ഇതിൽ മെയിനായിട്ട് പറയുന്ന എസ്സേ ക്വസ്റ്റ്യനാണ്. ജ്ഞാനോദയത്തിൻ്റെയും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിമോചനം എന്ന ആശയത്തിൻ്റെ പ്രാധാന്യം ചർച്ച ചെയ്യാൻ ചോദിച്ചാൽ നമുക്കിങ്ങനെയൊക്കെ എഴുതാം. എങ്ങനെയാണ്? ജ്ഞാനോദയത്തിൻ്റെയും മാനുഷികാവകാശ പ്രസ്ഥാനങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിമോചനം എന്ന ആശയത്തിന് കാര്യമായ പ്രാധാന്യമുണ്ട്. ജ്ഞാനോദയ കാലഘട്ടത്തിൽ യുക്തിയുടെ ഉപയോഗത്തിലൂടെ സ്വയം ഭരണവും സ്വാതന്ത്ര്യവും കൈവരിക്കുന്ന ഒരു പ്രക്രിയയായി വിമോചനം നിർവചിക്കപ്പെട്ടു. ഇമ്മാനുവൽ കാന്റിനെ പോലുള്ള ചിന്തകർ വിമോചനത്തെ സ്വയം നിയന്ത്രിത പരിശീലനത്തിൽ നിന്നുള്ള മോചനമായി കണ്ടു. മറ്റുള്ളവരുടെ മാർഗനിർദ്ദേശമില്ലാതെ സ്വന്തം യുക്തിയും ധാരണയും ഉപയോഗിക്കാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിച്ചു. യുക്തിക്കും സ്വയം ഭരണത്തിനും നൽകിയ ഈ ഊന്നൽ വിമോചനത്തിലേക്കും മനുഷ്യാവകാശങ്ങളിലേക്കും വിശാലമായ മുന്നേറ്റങ്ങളിലേക്കും വഴിയൊരുക്കി. 19-ാം നൂറ്റാണ്ടിൽ വിമോചനം എന്ന ആശയം സ്ത്രീകളുടെയും തൊഴിലാളികളുടെയും വിമോചനവുമായി വളരെ ബന്ധപ്പെട്ടു കിടക്കുകയും അവരുടെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ അവകാശങ്ങൾക്കായി നിലകൊള്ളുകയും ചെയ്തു. കാറൽ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം വിമോചനം അദ്ദേഹത്തിൻ്റെ ഇത്തരം ചിന്തയുടെ കേന്ദ്രബിന്ദുവാണെന്ന് രാഷ്ട്രീയ വിമോചനവും മനുഷ്യവിമോചനവും തമ്മിൽ അദ്ദേഹം വേർതിരിച്ചു. രണ്ടാമത്തത് അസംസ്കൃത ഭൗതിക ആവശ്യങ്ങളിൽ നിന്ന്
ആവശ്യകതയിൽ നിന്നുമുള്ള വിമോചനമാണ് മനുഷ്യാവകാശങ്ങൾ സ്ഥാപിക്കുക, സമത്വം പ്രോത്സാഹിപ്പിക്കുക, വ്യക്തികൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും കൂടുതൽ സ്വാതന്ത്ര്യം സൃഷ്ടിക്കുക എന്നിവയുടെ പ്രക്രിയയാണ് വിമോചനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടിച്ചമർത്തുന്ന വ്യവസ്ഥകളെ വെല്ലുവിളിച്ചും കൂടുതൽ തുല്യതയിലും നീതിയധിഷ്ഠിതമായി സമൂഹത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള എല്ലാ വിപ്ലവങ്ങൾക്കും അവകാശ പ്രസ്ഥാനങ്ങൾക്കും സാമൂഹിക മുന്നേറ്റങ്ങൾക്കും പിന്നിലെ ചില ശക്തിയായി വിമോചനം, ചാലകശക്തിയായി വിമോചനം എന്ന ആശയം മാറി. അടിമത്തം, കൊളോണിയലിസം, മനുഷ്യാധിപത്യം, വംശം, ലിംഗഭേദം അല്ലെങ്കിൽ സാമൂഹ്യ പദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിമോചനം തുടങ്ങിയ വിവിധ തരത്തിലുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ വിമോചന പ്രസ്ഥാനങ്ങൾക്ക് ശ്രമിച്ചു. വനിതാ വോട്ടവകാശ പ്രസ്ഥാനം, പൗരാവകാശ പ്രസ്ഥാനം, NGBDQ പ്ലസ് അവകാശ പ്രസ്ഥാനം എന്നിവയെല്ലാം വിമോചനത്തിനും തുല്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ഉദാഹരണങ്ങളാണ്. കൂടാതെ നിയന്ത്രണത്തിൽ നിന്നും ഭൗതിക അടിച്ചമർത്തലിൽ നിന്നും വ്യക്തിയുക്തമായ അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാരം, ശാസ്ത്രീയ അന്വേഷണം എന്നിവയ്ക്കായി വാദിക്കുന്ന വിമോചനം എന്ന ആശയം അറിവിൻ്റെയും ആശയങ്ങളുടെയും മേഖലയിലും പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് വിമർശനാത്മകമായ ചിന്തയെ പ്രോത്സാഹിപ്പിക്കുകയും മനുഷ്യൻ്റെ സാധ്യതകളെയും പുരോഗതിയെയും തടസ്സപ്പെടുത്തുന്ന നിർബന്ധ വിശ്വാസങ്ങളെയും പരമ്പരാഗത പരിമിതികളെയും തകർക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ വിമോചന സാമൂഹ്യ മാറ്റത്തിനുള്ള ശക്തമായ ഒരു ശക്തിയാണ്. അടിച്ചമർത്തൽ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുകയും കൂടുതൽ നീതിയുക്തം തുല്യവുമായ ഒരു ലോകത്തിനായി വാദിക്കുകയും ചെയ്യുന്നു. യുക്തി, വിമർശനാത്മക ചിന്ത, മനുഷ്യാവകാശങ്ങളെയും പ്രതിബദ്ധത എന്നിവ സ്വീകരിക്കാൻ ഇത് വ്യക്തികളെയും സമൂഹങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. അതേസമയം മനുഷ്യൻ്റെ കഴിവിൻ്റെയും അന്തസ്സിൻ്റെയും പൂർണ്ണ സാക്ഷാത്കാരത്തെ പരിമിതപ്പെടുത്തുന്ന തടസ്സങ്ങൾ തകർക്കാൻ നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പം ഒത്തുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സ്ത്രീകൾക്ക് മാറുമടയ്ക്കാനുള്ള അവകാശമില്ലാതിരുന്ന ചാന്നാർ ലഹള പോലുള്ള സമരങ്ങൾ, അതൊക്കെ ഇതിന് ഒരു ഉദാഹരണങ്ങളാണ്. അടുത്ത എസ്സേയായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കരുണ. അപ്പം ബുദ്ധമതത്തിലെ കരുണ, അനുകമ്പ എന്നിവ ആശയം സമാധാനപരവും കൂട്ടായ്മയുടേതുമായ ഒരു സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അതിൻ്റെ പ്രസക്തി ചർച്ച ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാമെന്ന് വെച്ചാൽ, ബുദ്ധമത സത്യചിന്തയിലും വിദ്യാഭ്യാസത്തിലും കരുണ അഥവാ അനുകമ്പ എന്ന ആശയത്തിന് ഒരു സുപ്രധാന സ്ഥാനമുണ്ട്. ബുദ്ധമതത്തിൽ കരുണയെ പ്രജ്ഞ അല്ലെങ്കിൽ ജ്ഞാനം, അറിവ്, അത് വളർത്തിയെടുക്കേണ്ട ഏറ്റവും ആവശ്യ ഗുണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കാരണം ഇത് യഥാർത്ഥ ജ്ഞാനോദയവും ആത്മീയ വളർച്ചയും കൈവരിക്കുന്നതിനുള്ള അടിത്തറയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. യഥാർത്ഥ അറിവുണ്ടാവുക, അല്ലേ, ആത്മജ്ഞാനം ഉണ്ടാവുക, അതുപോലെ തന്നെ ആത്മാവിനെ നല്ല ശാന്തമായി വളർത്തിയെടുക്കാനുള്ള ഒരു അടിത്തറ ഉണ്ടാക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. സ്വാർത്ഥ താല്പര്യത്തിൻ്റെ അതിർവരമ്പുകൾ മറികടന്ന് മറ്റുള്ളവരോട് നിരുപാധികമായ സഹാനുഭൂതിയും ദയയും പ്രകടിപ്പിക്കാനുള്ള ശക്തമായ ആഗ്രഹമായാണ് കരുണയെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും അവയുടെ വർഗമോ സ്വഭാവം പരിഗണിക്കാതെ അനുകമ്പയ്ക്ക് അർഹരാണെന്ന് ബഹുമാനത്തോടും അഹിംസയോടും കൂടി പെരുമാറണമെന്നും ബുദ്ധൻ്റെ തത്വങ്ങൾ ഊന്നിപ്പറയുന്നു. ബുദ്ധമത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ബുദ്ധ ഗ്രന്ഥമായ ധർമ്മപദം കരുണയുടെ പ്രാധാന്യവും സദ്ഗുണ ജീവിതം നയിക്കുന്നതിൽ അതിൻ്റെ പങ്കും എടുത്തു കാണിക്കുന്നു. സാർവത്രിക അനുകമ്പയുടെ മനോഭാവം വളർത്തിയെടുക്കാൻ, മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും മറ്റുള്ളവർക്ക് ചുറ്റുമുള്ളവർക്ക് സന്തോഷം സമാധാനവും നൽകാനുമുള്ള വഴികൾ സജീവമായി തേടാനും ഇത് വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു. സഹാനുഭൂതി വളർത്തുന്നതിലൂടെ കഷ്ടപ്പാടിൻ്റെയും സംഘർഷത്തിൻ്റെയും മൂലകാരണങ്ങളായ വിദ്വേഷം, അത്യാഗ്രഹം, കോപം തുടങ്ങിയ നിഷേധാത്മക വികാരങ്ങളെ കീഴടക്കാൻ കഴിയുമെന്ന് ധർമ്മപദം ഊന്നിപ്പറയുന്നു. ഈ ധർമ്മപദത്തിൽ പറയുന്ന ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കൊല്ലും കൊലയും എല്ലായിടത്തും ഇന്ന് നിത്യസംഭവമായി മാറുന്നത്. നമ്മുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാകാനോ കോപം ഉണ്ടാകാനോ അത്യാഗ്രഹം ഉണ്ടാകാനോ ഒന്നും പാടില്ല. അത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് ഈ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് അത് കണക്ട് ചെയ്ത് അവരെ അതിന് പ്രാപ്തയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വമായ അഹിംസ അഥവാ അനുകമ്പ എന്ന തത്വവുമായി കരുണ എന്ന ആശയം അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അനുകമ്പ സ്വീകരിക്കുന്നതിലൂടെ ശാരീരിക പ്രവർത്തനങ്ങളിലൂടെ മാത്രമല്ല വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയും ഏതെങ്കിലും ജീവിയെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുന്നു. കരുണയിൽ വേരൂന്നിയ ഈ അഹിംസാത്മക സമീപനം
എല്ലാ ജീവജാലങ്ങൾക്കും ഇടയിൽ സമാധാനപരമായ സഹവർത്തിത്വം പ്രോത്സാഹിപ്പിക്കുകയും പരസ്പര ആശ്രിതമായ ഒരു സമൂഹത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കരുണ എന്ന ആശയം നമ്മെ പ്രാപ്തരാക്കുന്നു. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ സജീവമായി അന്വേഷിക്കുന്നതും അതിൽ ഉൾക്കൊള്ളുന്ന പ്രതിഫലമോ അംഗീകാരമോ പ്രതീക്ഷിക്കാതെ ദയ, ദാനധർമ്മം, ആവശ്യമുള്ളവർക്ക് സേവനം എന്നിവയിലൂടെ ഇത് നേടാൻ കഴിയും. കരുണ സ്വാംശീകരിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് പല സാമൂഹിക സംഘർഷങ്ങളുടെയും അസ്വാരസ്യങ്ങളുടെയും മൂലകാരണങ്ങളായ നിസ്വാർത്ഥതയുടെയും ബന്ധങ്ങളുടെ ചക്രത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയുമെന്ന് ബുദ്ധമത പാരമ്പര്യം ഊന്നിപ്പറയുന്നു. പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കും പ്രകൃതി സംരക്ഷണത്തിനും കരുണ എന്ന ആശയത്തിന് പ്രാധാന്യമുണ്ട്. എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധം ബുദ്ധമതം അംഗീകരിക്കുന്നത് പോലെ പ്രകൃതി ലോകത്തെ ആദരവോടെയും അനുകമ്പയോടെയും പരിഗണിക്കാനും ഭാവി തലമുറകൾക്കായി അതിനെ സംരക്ഷിക്കാനും കരുണ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു. അനുകമ്പയോടുള്ള ഈ സമഗ്ര സമീപനം മനുഷ്യത്വം, പരിസ്ഥിതിയും തമ്മിലുള്ള സഹവർത്തിത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും സുസ്ഥിരത സമാധാനപരവുമായ ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, ബുദ്ധമതത്തിലെ കരുണ എന്ന ആശയം വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും ഒരുപോലെ വഴികാട്ടിയായി വർത്തിക്കുന്നു. അത് സത്യമാണ്. ശരിക്കും എല്ലാവരിലും കരുണ എന്ന ആശയം ഉണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ ലോകത്തെ നാടിനെ മുക്തിയാക്കാൻ കഴിയും. അഹിംസ സഹാനുഭൂതി, നിസ്വാർത്ഥത, എല്ലാത്തരം ജീവജാലങ്ങളോടുമുള്ള ആദരവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. അനുകമ്പ വളർത്തിയെടുക്കുന്നതിലൂടെ വ്യക്തികൾക്ക് പലപ്പോഴും ത്തിലേക്കുള്ള ഒരു കഷ്ടപ്പാടിലേക്ക് നയിക്കുന്ന നിഷേധാത്മക വികാരങ്ങളെ സ്വാർത്ഥ പ്രവണതകളെയും മറികടക്കാൻ ഇതിലൂടെ കഴിയുന്നു. ഇത് സമൂഹമായും പ്രകൃതിയുമായും കൂടുതൽ സമാധാനപരവും യോജിപ്പുള്ളതും സുസ്ഥിരവുമായ സഹവർത്തിത്വത്തിന് ഇത് വഴിയൊരുക്കുന്നു. ഈ പാഠത്തിലെ ലാസ്റ്റാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് എസ്സെയാണ്. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ മതി. എല്ലാം കൂടെയൊക്കെ ചേർത്ത് എഴുതി വെക്കുമ്പോൾ നമുക്ക് 2 മാർക്കിന് എഴുതാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് 4-5 മാർക്കിന് എഴുതാം. അതുപോലെ എസ്സെ മാർക്ക് വരുമ്പോൾ അത് നമുക്ക് എഴുതാനൊക്കെ പറ്റും. അപ്പം ജ്ഞാനോദയം ചിന്തയുടെയും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെയും പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയ വിമോചനം എന്ന ആശയം പരിശോധിക്കുകയും സമകാലിക സമൂഹത്തിൻ്റെ അതിൻ്റെ പ്രസക്തി ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നോക്കാം നമുക്ക്. ചരിത്രത്തിലുടനീളം ജ്ഞാനോദയ ചിന്തയെയും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള സംവാദത്തെ രൂപപ്പെടുത്തുന്നതിൽ വിമോചനം എന്ന ആശയം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിമോചനം എന്നത് വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ വിവിധ തരത്തിലുള്ള അടിച്ചമർത്തൽ, കീഴ്പ്പെടുത്തൽ അല്ലെങ്കിൽ അവരുടെ മേൽ അടിച്ച് ഏൽപ്പിക്കുന്ന നിബന്ധനകൾ എന്നിവയിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രക്രിയ സൂചിപ്പിക്കുന്നു. ജ്ഞാനോദയ കാലഘട്ടത്തിൽ പാരമ്പര്യം, സിദ്ധാന്തം, സാമൂഹിക പരിമിതികൾ എന്നിവയുടെ ചങ്ങലകളിൽ നിന്ന് മുക്തി നേടാൻ യുക്തിയും ചിന്തയും ഉപയോഗിക്കുക എന്ന ആശയവുമായി വിമോചനം അടുത്ത് ബന്ധപ്പെട്ടിരുന്നു. ഇമ്മാനുവൽ കാന്റിനെ പോലുള്ള ചിന്തകൾ സ്വയം നിർണയ അവകാശവും സ്വാതന്ത്ര്യവും കൈവരിക്കുന്നതിനുള്ള ഒരു മാർഗമായി വിമോചനം എന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കുകയും മറ്റുള്ളവരുടെ ആജ്ഞകൾ അന്ധമായി പിന്തുടരുന്നതിനു പകരം അവരുടെ ധാരണയെ ആശ്രയിക്കാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. യുക്തിക്കും സ്വയം നിർണയത്തിനുമുള്ള ഈ ഊന്നൽ വിമോചനത്തിലേക്കും മനുഷ്യാവകാശ പിന്തുടരുന്നതിനുള്ള വിശാലമായ മുന്നേറ്റങ്ങൾക്ക് അടിത്തറ പാകി. 19-ാം നൂറ്റാണ്ടിൻ്റെ വിമോചനം എന്ന ആശയം അവർ അഭിമുഖീകരിച്ച വ്യവസ്ഥാപിതമായ അടിച്ചമർത്തലിൽ നിന്നും അസമത്വങ്ങളിൽ നിന്നും മുക്തി നേടാൻ ശ്രമിച്ച സ്ത്രീകൾ, തൊഴിലാളികൾ പോലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ പോരാട്ടങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഉദാഹരണത്തിന്, അടിസ്ഥാന അവകാശങ്ങളും രാഷ്ട്രീയ പ്രാതിനിധ്യവും നിഷേധിക്കുന്ന പുരുഷാധിപത്യ ഘടനകളിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കുന്നതിനായി വനിതാ വോട്ടവകാശ പ്രസ്ഥാനം പോരാടി. അതുപോലെ വ്യാവസായികവൽക്കരണവും മുതലാളിത്തവും അടിച്ചേൽപ്പിച്ച ചൂഷണ സാഹചര്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ മോചിപ്പിക്കാനും ന്യായമായ വേതനം, മാന്യമായ തൊഴിൽ സാഹചര്യങ്ങൾ സംഘടിക്കുവാനുള്ള അവകാശം എന്നിവയ്ക്കായി വാദിക്കാനും തൊഴിലാളി പ്രസ്ഥാനത്തിനും കഴിഞ്ഞു.
സാമ്രാജ്യത്വം, വംശീയത, മനുഷ്യത്വരഹിതമായ രഹിതത എന്നിവയുടെ ചങ്ങലകളിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ അടിച്ചമർത്തപ്പെട്ട ജനത ശ്രമിച്ചുകൊണ്ട് കൊളോണിയൽ വിരുദ്ധ അടിമത്ത വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് പിന്നിലെ ചാലകശക്തി കൂടിയാണ് വിമോചനം എന്ന ആശയം. എടുത്തു പറയപ്പെട്ട വ്യക്തികളാണ് മഹാത്മാഗാന്ധിയെയും നെൽസൺ മണ്ടേലയും പോലുള്ള വ്യക്തികൾ. ഇത്തരം വിമോചന ലക്ഷ്യത്തിനായി പോരാടി. സൗത്ത് ആഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയും നമ്മുടെ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയും ഈ വിമോചനത്തിന് വേണ്ടി പോരാടിയ വ്യക്തികളാണ്. ഇവരുടെ സമാധാനപരമായിട്ടുള്ള അഹിംസാത്മകമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കൊണ്ടാണ് ശരിക്കും നമുക്ക് സ്വാതന്ത്ര്യം ശാന്തമായി കിട്ടാൻ, അല്ലെങ്കിൽ ഇതിനേക്കാളേറെ നാശനഷ്ടങ്ങൾ നമ്മൾക്കുണ്ടാകുമായിരുന്നു. അടിച്ചമർത്തലുകൾ സമാധാനപരമായി ചെറുക്കാനും തുല്യരും മാന്യതമായ മനുഷ്യരായി തങ്ങളുടെ ശരിയായ അവകാശം നേടിയെടുക്കാനും ജനങ്ങളെ അണിനിരത്തിയവരായിരുന്നു മഹാത്മാഗാന്ധിയും നെൽസൺ മണ്ടേലയും. സമകാലിക സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള അടിച്ചമർത്തലും പാർശ്വവൽക്കരണവും നിലനിൽക്കുന്നതിനാൽ വിമോചനം എന്ന ആശയം വളരെ പ്രസക്തമാണ്. ഉദാഹരണത്തിന് LGBTQ+ അവകാശ പ്രസ്ഥാനം നിർദ്ദിഷ്ട വ്യക്തികളെ അവരുടെ മൗലികാവകാശങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും ലംഘിക്കുന്നു. സാമൂഹ്യ അസമത്വം, വിമോചനം നിയമപരമായ തടസ്സങ്ങൾ എന്നിവയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി പോരാടുന്നത് തുടരുന്നു. അതുപോലെ വൈകല്യമുള്ള വ്യക്തികളെ കഴിവുറ്റ മനോഭാവങ്ങളിൽ നിന്ന് സമൂഹത്തിൽ അവരുടെ പൂർണ്ണ പങ്കാളിത്തത്തെയും ഇടപെടലുകളെയും തടയുന്ന ഘടനാപരമായ തടസ്സങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമെന്നും വൈകല്യ അവകാശ പ്രസ്ഥാനം വാദിക്കുന്നു. വൈകല്യം തികഞ്ഞവർക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പം പിന്നെ വൈകല്യമുള്ള ആൾക്കാരെ മെൻ്റൽ ഡിസബിലിറ്റി ഉള്ളവരും അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റായിട്ടുള്ള അംഗത്തിന് വൈകല്യമുള്ളവരും സെറിബ്രം പൾസി പോലെ ബ്രെയിനിന് വൈകല്യമുള്ളവരും ഒക്കെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ അവകാശത്തിന് വേണ്ടിയും പൊരുതി അവർക്ക് അവകാശം ഉണ്ടായി കൊടുക്കണം. അവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. കൂടാതെ വിമോചനം എന്ന ആശയം വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും വിമോചനം മാത്രമല്ല, സിദ്ധാന്തം, സെൻസർഷിപ്പ്, ബൗദ്ധിക അടിച്ചമർത്തൽ എന്നിവയുടെ പരിമിതികളിൽ നിന്നുള്ള ആശയങ്ങളുടെയും അറിവിൻ്റെയും വിമോചനം കൂടി ഉൾക്കൊള്ളുന്നു. ഊർജ്ജസ്വലവും പുരോഗമനപരവുമായ ഒരു സമൂഹത്തെ പരിപോഷിപ്പിക്കുന്നതിൽ നിർണായകമായി തുടരുന്ന വിമോചനത്തിൻ്റെ എല്ലാ വശങ്ങളുമാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ശാസ്ത്രീയ അന്വേഷണവും അക്കാദമിക് സ്വാതന്ത്ര്യവും. ആത്യന്തികമായി വിമോചനം എന്ന ആശയം സാമൂഹിക മാറ്റത്തിനുള്ള ശക്തമായ ഉത്തേജകമായി വർദ്ധിക്കുന്നു. ഇത് അടിച്ചമർത്തൽ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുകയും കൂടുതൽ നീതിയുക്തവും തുല്യവുമായ ഒരു ലോകത്തിനായി വാദിക്കുകയും ചെയ്യുന്നു. യുക്തി, വിമർശനാത്മക ചിന്ത, മനുഷ്യാവകാശങ്ങളോടുള്ള പ്രതിബദ്ധത എന്നിവ സ്വീകരിക്കാൻ ഇത് വ്യക്തികളെയും സമൂഹങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. അതേസമയം മനുഷ്യൻ്റെ കഴിവിൻ്റെയും അന്തസ്സിൻ്റെയും പൂർണ്ണ സാക്ഷാത്കാരത്തെ പരിമിതപ്പെടുത്തുന്ന തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്നു. അടിച്ചമർത്തലിൻ്റെയും പാർശ്വവൽക്കരണത്തിൻ്റെയും സ്വഭാവങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം യഥാർത്ഥ സ്വാതന്ത്ര്യവും ജനാധിപത്യപരവുമായ ഒരു സമൂഹത്തിനായുള്ള അന്വേഷണത്തിൽ വിമോചനം ഒരു പ്രധാന ഉദ്യമമായി തുടരുകയും ചെയ്യുന്നു.